കൂട്ടുകാരെ, എത്തിയല്ലോ. ഇന്നും എല്ലാവരും കുഞ്ഞിത്തത്ത പറയുന്നത് കേൾക്കാൻ എത്തിയിട്ടുണ്ട്. കുഞ്ഞിത്തത്തയ്ക്ക് സന്തോഷമായി. കല്യാണത്തിന് വിളിച്ചാലും സൽക്കാരത്തിന് ക്ഷണിച്ചാലും യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടാലും നാം നേരത്തിന് അവിടെ എത്തണം. അതാ അതിൻ്റെ ഒരു ഭംഗി. ക്ഷണിച്ച ആൾക്കും നല്ല സന്തോഷമായിരിക്കും. എൻ്റെ വാക്കുമാനിച്ച് ഇവർ എത്തിയല്ലോ എന്ന് ആതിഥേയന്റെ മനസ്സ് സന്തോഷത്തോടെ പറയുന്നുണ്ടാകും. അയാൾ ഇഷ്ടമുള്ള ഒരാളെ ക്ഷണിച്ചു. ക്ഷണിക്കപ്പെട്ടയാൾ ശരിയായ സമയത്ത് എത്തിയാൽ ആ സ്നേഹബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടും. ജീവിതകാലം മുഴുവൻ ജീവിതത്തിലെ ഈ അപൂർവ അവസരങ്ങളെ അവർ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ കുട്ടി എന്താ തെക്കോട്ട് നോക്കിയിരിക്കുന്നത്? ഈ കുഞ്ഞിത്തത്തയെ കാണുന്നില്ലേ? നല്ല കുട്ടികളായാൽ ഒരാൾ സംസാരിക്കുമ്പോൾ താല്പര്യത്തോടെ കേട്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് അറിവ് കടന്നെത്തുകയുള്ളൂ. ചെയ്യുന്ന പ്രവൃത്തിയിൽ താല്പര്യമില്ലെങ്കിൽ നാം ലക്ഷ്യത്തിലെത്തുകയോ വിജയം നേടുകയോ ഇല്ല. ഇനി കുഞ്ഞിത്തത്ത പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളെല്ലാം ഇപ്പോൾ നല്ല കൂട്ടുകാരാണ്. നല്ല കൂട്ടുകാർക്ക് നല്ല കൂട്ടുകാർ ഉണ്ടായിരിക്കും. ആ നല്ല ബന്ധം തീർച്ചയായും നമ്മുടെ വിജയത്തിന് ശക്തി പകരും. പരസ്പരം കണ്ടും കേട്ടും മനസ്സിലാക്കിയും കളിച്ചും രസിച്ചും കഴിഞ്ഞുകൂടാൻ എന്തൊരു രസമായിരിക്കും. ബന്ധങ്ങൾ മൊട്ടിട്ട് വളരുന്നത് ഒരു ചെറിയ പടർപ്പുവള്ളിയിലാണ്. അത് വിടർന്ന് സുഗന്ധം പരത്തി വർണ്ണശലഭങ്ങളെയും തേനീച്ചകളെയും ആകർഷിക്കുന്നു. നല്ല നിറവും സ്വാദുമുള്ള തേൻ ഇതിൽ നിന്നുണ്ടാകുന്നു. ആരാണ് ആ പ്രക്രിയയും വളർച്ചയും ഇഷ്ടപ്പെടാത്തത്? സൗഹൃദവും സമാനമായ ഒരു പുഷ്പമാണ്. അത് കായ്കനികളും പഴങ്ങളുമായി മാറുന്നു. എല്ലാവരാലും ഇഷ്ടപ്പെടുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. നല്ല സ്നേഹബന്ധങ്ങളും ഇപ്രകാരം വളരുകയും സന്തോഷവും സമാധാനവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. പരസ്പരം കണ്ണാടികളായിക്കൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും കണ്ടറിയാനും സ്വീകാര്യമായ കഴിവുകളെ കണ്ടെത്താനും വളർത്താനും കഴിയുന്നു. ഏറ്റവും അധികം സുരക്ഷിതത്വ ബോധവും സന്തോഷവും നല്ല സൗഹൃദങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പരസ്പരം കലഹിച്ചും തെറി വിളിച്ചുമുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കണം. ചീത്ത കൂട്ടുകെട്ടുകൾ ചീത്ത ചങ്ങാത്തങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. കളവ് പറയാനും ദ്രോഹിക്കാനും മോശമായി പെരുമാറാനും കാരണമാകുന്നത് ചീത്ത കൂട്ടുകെട്ടുകൾ തന്നെയാണ്. വളർന്നു വരുമ്പോൾ തെറ്റിൽ ആനന്ദം കണ്ടെത്തുകയും തെറ്റുകൾ മാത്രം ചെയ്ത് തെറ്റുകളുടെ പാപക്കൂമ്പാരങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ എന്ന നിലയ്ക്ക് നാം തെറ്റുകളിൽ വീണേക്കാം. എങ്കിൽ തെറ്റുകൾക്ക് ക്ഷമാപണം നടത്തിക്കൊണ്ട് മനസ്സിന്റെ ഭാരം കുറയ്ക്കുകയും ശരിയുടെ മഹത്വം അറിഞ്ഞ് നല്ലവരായി ജീവിതം നയിക്കുകയും വേണം. ഒരു ശരിയിൽ സന്തോഷത്തിന്റെ 1000 പൂത്തിരികൾ കത്തിക്കാം. ആകർഷകമായ നിറങ്ങളിൽ ആ ശരി പ്രവർത്തിക്കുന്ന വ്യക്തിയിലും തിളങ്ങിക്കൊണ്ടിരിക്കും. നല്ല ഗുണങ്ങൾ അത്തരം വ്യക്തികളിൽ വളർന്നു പെരുകുകയും സമൂഹത്തിൽ നല്ല വ്യക്തിയായി മാറാനും അയാൾക്ക് കഴിയും. ശരിയെ മാത്രം അംഗീകരിക്കുന്നയാൾ തെറ്റുകൾ അംഗീകരിക്കുകയില്ല. അയാളുടെ മനസ്സും ശരീരവും ശരിയിൽ കാച്ചിയെഴുത്തതായിരിക്കും. കളങ്കവും ചതിയും സ്വീകരിക്കാതെ സമാധാനമായി ജീവിക്കാനും അന്യർക്ക് നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കാനും അയാൾക്ക് കഴിയും. ശരിയുടെ പക്ഷത്ത് ജീവിക്കുക മാത്രമല്ല, ശരിയിൽ മറ്റുള്ളവരെ ജീവിപ്പിക്കാനും അയാൾക്ക് കഴിയുന്നു. രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ മാത്രമല്ല മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. മനുഷ്യനിൽ കൽപ്പിതമായ നല്ല ഗുണങ്ങളും കൂടിച്ചേർന്നാലേ ശരിയായ മനുഷ്യൻ എന്ന പേരിന് അർത്ഥമുള്ളൂ. നല്ലത് പറയുകയും നല്ലത് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ശരിയായ മനുഷ്യരാകുന്നത്. പക്ഷികളെയും മൃഗങ്ങളെയും ക്രൂരമായി ഉപദ്രവിക്കുന്നവർ മനുഷ്യരാണോ? കൂട്ടുകാരെ, ചിലപ്പോൾ ചില മനുഷ്യർ തന്നെ പറയാറുണ്ട് അവർ മനുഷ്യരല്ല മൃഗങ്ങളാണെന്ന്. എങ്കിൽ
ഈ കുഞ്ഞിത്തത്ത അത് അംഗീകരിക്കുന്നില്ല. ചില മനുഷ്യർ ചെയ്യുന്ന ഹീനകൃത്യങ്ങൾ മൃഗങ്ങൾ പോലും ചെയ്യാറില്ല. അവർ മൃഗലോകത്തെ സാമൂഹിക നിയമങ്ങൾ അനുസരിക്കുന്ന നല്ല മൃഗങ്ങളാണ്. തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ തന്നെ നയിക്കുന്ന വെളിച്ചം തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇരുട്ടിൽ പിന്നീട് അവർ ചെന്ന് വീഴുന്നത് ആപത്തുകളുടെ വൻ കുഴിയിലായിരിക്കും. പിന്നീട് കരകയറാനും ശരിയിൽ ജീവിക്കാനും ചിലർ ചിന്തിക്കും. അത് നല്ല തീരുമാനമാണ്. എന്നാൽ ശരിക്ക് വഴങ്ങാതെ കരകയറാനുള്ള പിടച്ചിലിൽ ചിലർ ഒരിക്കലും കരകയറാനാവാത്ത വിധം കൂടുതൽ ആഴത്തിലേക്ക് പതിക്കുന്നു. ശരിയെ സ്വീകരിക്കാൻ മനസ്സിന്റെ മടിയാണ് എല്ലാ കുഴപ്പത്തിനും കാരണമാകുന്നത്. നോക്കൂ, ഒരു നിമിഷം കൊണ്ട് ജീവിതകാലം മുഴുവൻ നല്ല വ്യക്തിയാകാനും ചീത്ത വ്യക്തിയാകാനും നമുക്ക് കഴിയും. നമ്മുടെ ചിന്തയിൽ നിന്നാണ് എല്ലാ മാറ്റങ്ങളും ഉണ്ടാകുന്നത്. ചിന്തകളെ പോസിറ്റീവ് ആയി തിരിച്ചുവിട്ടാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ചിന്തയിൽ കാര്യമായ തീരുമാനങ്ങൾ എടുക്കാതെ അലസമായി പ്രവർത്തിച്ചാൽ ചീത്തയോട് ആഭിമുഖ്യമുള്ളവരായി തീരും. ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ ഒരു നിമിഷം മാത്രമേ ആവശ്യമുള്ളൂ. കറുപ്പും വെളുപ്പും നന്മയും തിന്മയും നമുക്ക് മുമ്പിലുണ്ട്. തിരഞ്ഞെടുക്കാൻ ഒരു നിമിഷം മാത്രമാണ് വേണ്ടത്. നമ്മുടെ വിജയവും പരാജയവും നിർണയിക്കുന്ന രണ്ട് ഘടകങ്ങൾ ശരി തെറ്റ്, ധീരതയും നല്ല ഗുണങ്ങളും നേടണം എന്നാഗ്രഹിക്കുന്ന നല്ല കൂട്ടുകാർ ഏതെടുക്കും? ഉറക്കെ പറയൂ. ശരിയെടുക്കാമോ തെറ്റെടുക്കാമോ? ഇനിയും ഉറക്കെ പറയൂ. ശരിയാണ്. ശരി 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 മാത്രമാണ് നമ്മെ വിജയിപ്പിക്കുന്നത്. കുഞ്ഞിത്തത്തയുടെ ഈ മൊഴികൾ ഓർക്കുമല്ലോ. ഇനിയും ഈ കുഞ്ഞിത്തത്തയെത്തും കൂട്ടുകാരെ കാണാൻ, വിശേഷങ്ങൾ പങ്കുവെക്കാൻ. ശരി കൂട്ടുകാരെ, മറക്കരുത്. ശരി, ഇന്നു മുതൽ കൂട്ടുകാർ ശരി പ്രവർത്തിക്കണം. മറക്കരുത്. ശരി.